പത്രമാധ്യ എല്ലാ സ്ഥലത്തുകളിലും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ ഓപ്ഷൻ ഇന്നിവിടെ വളരെ ഭംഗിയായി പൂർത്തിയായി. എല്ലാവർക്കും അറിയാവുന്ന പോലെ സഞ്ജു സാംസൺ ആയിരുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ. കൊച്ചി ടൈഗേഴ്സ് ഒരു റെക്കോർഡ് വില കൊടുത്ത് അദ്ദേഹത്തെ എടുത്തു. അതനുസരിച്ച് എനിക്ക് നമ്മുടെ ഈ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വ്യൂവർഷിപ്പ് കൂടാനും അല്ലെങ്കിൽ ഫാൻസിലേക്ക് എത്തിക്കാനും പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സഞ്ജുവിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ വലിയൊരു ഇതാവും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സഞ്ജു ഇമ്പോർട്ടൻറ്റ് ലീഗ്. അതേപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ലീഗ് ഏറ്റവും കൂടുതൽ ഫാൻസിലേക്കും അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഒരു പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണമായിരുന്നു. നമുക്ക് ഈ 15 ദിവസവും എല്ലാ മീഡിയയും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളുടെ ഈ ഒരു ലീഗിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം സഹായിച്ചു. സ്പോർട്സ് പേജിൽ വളരെ ഭംഗിയായിട്ട് IPL ഒക്കെ ചെയ്യുന്നവരൊരു അല്ലെങ്കിൽ ഒരു വൺ ഇന്റർനാഷണൽ നടക്കുന്ന ഒരു മാച്ചസിൻ്റെ രീതിയിൽ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളും നമുക്ക് സഹകരിച്ചുകൊണ്ട് വളരെ വിജയമാക്കി നിങ്ങൾക്കൊരു പ്രധാന പങ്ക് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ ആയിരുന്നു. അതിനാദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പേരിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരിലും. നമുക്കറിയാം ഫസ്റ്റ് ഇയറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഫ്രാഞ്ചൈസി ലീഗിന് അനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ നടക്കുന്ന ലീഗിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ബാക്കിയുള്ള BCCI സ്റ്റേറ്റ് അസോസിയേഷൻ കിട്ടുന്നത്. കർണാടക പ്രീമിയർ ലീഗ്, തമിഴ്നാട് പ്രീമിയർ ലീഗ് ഇവരെ വർഷങ്ങളായിട്ട് ഈ ഒരു ലീഗ് നടത്തി വരുന്ന ലീഗാണ്. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു റേറ്റിംഗിൽ വളരെയധികം നല്ല രീതിയിൽ നടത്തിയ ഒരു കമന്റ് BCCI ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ പ്രേക്ഷക സംബന്ധിച്ച് നമുക്കറിയാം. വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസ് കളിക്കുന്നുണ്ടായി. അതേമാതിരി തന്നെ ഒരുപാട് ടാലന്റ് ആളുകൾ നമ്മുടെ ഫോർമർ പ്ലേയേഴ്സ് നല്ല അഭിപ്രായമാണ്. നമ്മുടെ ലീഗ് ഹൗ വി കണ്ടക്ട് ലീഗ് സ്റ്റാൻഡേർഡ് എല്ലാം വളരെ നല്ലതായിരുന്നു. ആദ്യ സീസണിൽ 14 ദശലക്ഷം പേരും 2.4 ദശലക്ഷം പേർ ഫാൻ കോട്ടിലിടെയും 3 മത്സരങ്ങൾ മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് ടെസ്റ്റിലൂടെ സംരക്ഷിച്ചിട്ടുണ്ടായി. അതിൽ 3.24 ദശലക്ഷം പേര് മത്സരം കണ്ടു എന്നുള്ളത് ഈ ഒരു ലീഗിന്റെ ജനപ്രതിനിധിയുടെ ഉദാഹരണമാണ്. അതേമാതിരി തന്നെ നമ്മുടെ ഒരു സ്പോർട്സ് പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഈ ഒരു എന്താ പറയുക നമ്മളുടെ ഈ ലീഗ് നമ്മുടെ കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം 30 കോടിയുടെ നിക്ഷേപമാണ് ഈ ഒരു ബ്രാൻഡിലൂടെ ഈ കേരള ക്രിക്കറ്റിലൂടെ നടത്തിലൂടെ വന്നത്. ബ്രാൻഡിങ്, പ്രൊമോഷൻ, മറ്റ് സേവനങ്ങൾ, ഹോട്ടൽ, ടാക്സി, വാട്ടവർ എല്ലാ കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഒരു 30 to 35 ക്രോസിന്റെ എനിക്ക് തോന്നുന്നു കേരള സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകിയുള്ള ഒരു ലീഗായിരുന്നു ഇത് നടന്നു വന്നത്. അതായത് നമ്മൾ നേരിട്ടും അത് അല്ലാതെയുമായിട്ട് 700-ലധികം പേർക്കാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഒരു ജോലി സാധ്യത ഉണ്ടായത്. 2,500 പേർക്ക് പരോക്ഷമായി തൊഴിൽ ഉറപ്പാക്കാൻ ആദ്യ സീസണിലൂടെ KCL സാധ്യമായിരുന്നത് വളരെ ഒരു പോസിറ്റീവും കേരള ക്രിക്കറ്റിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഏറ്റവും സപ്പോർട്ട് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നുണ്ടായി. അതേപോലെ ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയുന്നത് മീഡിയ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫുകൾ 40% സ്ത്രീ പങ്കാളിത്തവും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇതൊരു പ്രസ് നോട്ട് നമ്മൾ എല്ലാവർക്കും റിലീസ് തരുന്നുണ്ട്. കൂടാതെ ഞാനിത് പറഞ്ഞെന്ന് മാത്രം. അത് കുടുംബശ്രീ പോലുള്ളവരെ ഉൾക്കൊണ്ടുകൊടുത്തിട്ട് ഫുഡ് സ്റ്റോളുകളൊക്കെ അതിനകത്ത് ഇതുണ്ടായി. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സ്ത്രീ പങ്കാളിത്തവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. അതുപോലെ ഇന്നത്തെ ലേലത്തിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും സെക്രട്ടറി നിങ്ങളെ അതിന്റെ കൂടാതെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെക്രട്ടറി ബ്രീഫ് ചെയ്യുന്നതാണ്. എൻ്റെ ഒപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിനോദാണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി. കൂടാതെ എൻ്റെ ഒപ്പം നാസർ മച്ചാൻ, ഗവർണിംഗ് ചെയർമാൻ ഓഫ് ദ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചെയർമാനാണ് നാസർ മച്ചാൻ. ഏതായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഈ ഒരു ലീഗിനും അത് നമ്മുടെ പ്ലേയേഴ്സിനും, ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനാണ് ഇതിന്റെ ബെനിഫിറ്റ്. കാര്യം നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നാട്ടിൽ അല്ലെങ്കിൽ എത്തിക്കുന്നത് ഓരോ ജൂനിയർ ക്രിക്കറ്റേഴ്സിന്റെയും ഒരു എന്താ പറയുക അവരുടെ ഒരു മുറയിലാണ്. അവരുടെ ഒരു പടം പേപ്പറിൽ വരിക എന്നുള്ളത് തന്നെ ഒരു വളരെയധികം അവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് അവർക്ക് അവരുടെ വീട്ടുകാർക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ വർഷവും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കേരള ക്രിക്കറ്റ് ലീഗിന് ഉണ്ടാവണമെന്ന്
പറയുന്നു. നന്ദി. ഞാൻ വിനോദിനോട് മൈക്ക് കൈമാറാണ്. താങ്ക് യു. ഇന്നത്തെ ഓപ്ഷനിൽ നമുക്ക് ഈ റീറ്റെയിൻ ചെയ്ത 15 പ്ലെയേഴ്സ് ഉൾപ്പെടെ 106 പേരെയാണ് ടീമുകൾ അവരുടെ ടീമിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഓപ്ഷൻ പൂളിൽ 63 പേരാണ് അൺസോൾഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റും ഒക്കെ എന്തായാലും ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് പ്രസ് നോട്ടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഓഗസ്റ്റ് 21 മുതൽ ആണ് നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 7 തീയതിയാണ് ഫൈനൽസ്. സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലുമാണ് എല്ലാ മാച്ചസും സംപ്രേഷണം ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ഒരു ഫസ്റ്റ് ഡേയും ഫൈനൽസിനും മാത്രമാണ് ഏഷ്യാനെറ്റില് നമ്മുടെ റീജിയണിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നത്. ഇത്തവണ എല്ലാ ദിവസവും എല്ലാ മാച്ചസും ഏഷ്യാനെറ്റിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ശരിക്കും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലാതെ കുറച്ച് ആക്ടിവിറ്റി ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ലീഗ് നടക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തില് കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് ഫുഡ് കോർട്ട്, അതുപോലെ കുറച്ച് മറ്റ് ഒരു ഫാൻ എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു വയനാട് ആ ഒരു ദുരന്തം കാരണം നമ്മളെല്ലാ അങ്ങനത്തെ പരിപാടികളും ഗവൺമെന്റും നിർത്തിവെച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഈ ലീഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കുറച്ചധികം ഈ ഓണം ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫങ്ഷൻസും അതുപോലെ ഈ ഫുഡ് കോർട്ട് അങ്ങനത്തെ മറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഈ 20-ാം തീയതി ഈ ജൂലൈ 20-ാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മളൊരു KCLന്റെ മാസ്കോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ റെഡ് എഫുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ട്രോഫി ടൂറും ഈ മാസ്കോട്ട്സിന്റെ ടൂറും പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടൂൺസ് ആനിമേഷനുമായിട്ട് നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു അനിമേറ്റഡ് വീഡിയോസ് അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് വഴിയുള്ള കുറച്ച് പ്രൊമോഷൻസും ഒക്കെ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ തവണത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ മോഹൻലാലിന്റെ കുറച്ച് പ്രോമോ വീഡിയോസും കഴിഞ്ഞ തവണ തന്നെ അധികമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് സെക്കൻഡ് സീസണിൽ കുറച്ചുകൂടെ ഒരു ഈ ഫാൻസിലോട്ട് കൂടുതൽ എത്തിക്കാനായിട്ടും ആ ഒരു റീച്ച് കിട്ടാനുമായിട്ട് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ സ്പോൺസർ കഴിഞ്ഞ വർഷത്തെ സെയിം അത് തന്നെയാണ്, ഫെഡറൽ ബാങ്ക് KCL എന്ന് തന്നെ ആയിരിക്കും അറിയപ്പെടുന്നത്. ഇത്രയാണ് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാരണം. ഒരു വിട്ടുപോയത് ഈ നമ്മളതുപോലെ ഈ ഒരു ഗവൺമെന്റ് ആന്റി ഡ്രഗ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ക്രിക്കറ്റാണ് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഉള്ളൊരു ആഡ്സും അങ്ങനത്തെ പ്രൊമോഷനും കൂടെ നമ്മൾ ചെയ്തു. ഇത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ ഇത് നമ്മുടെ മീഡിയയുടെ എല്ലാവരുടെയും സഹകരണം വേണം കഴിഞ്ഞ വർഷത്തേക്കാളും വലിയ വിജയമാക്കാനായിട്ട്. കാരണം നമ്മളൊരു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ BCCIയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം TNBL കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്തതും ഒരു ഫാൻസ് കൂടുതലും കണ്ടതും അല്ലെങ്കിൽ നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നതും അതുപോലെ ആ ഒരു മാച്ചസിന്റെ സ്റ്റാൻഡേർഡും വളരെ ഹൈ ആയിരുന്നത് KCL ആണെന്ന് പൊതുവിൽ നമ്മുടെ BCCI മീറ്റിങ്ങുകളെല്ലാം പോകുമ്പോൾ വലിയ അപ്രിസിയേഷൻ ആയിരുന്നു ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ സമയത്ത്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ മീഡിയയുടെ ഒരു ഇതും കൂടെ കൊണ്ടാണ് ഈ പതിവിന്ന് വിപരീതമായിട്ട് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മാച്ചസ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് വളരെ വലിയ കവറേജ് ആണ് നമുക്ക് മീഡിയയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇത്തവണ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ളൊരു ഇതുണ്ടാവണം എന്നാണ് എനിക്ക് മീഡിയ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ. അതുപോലെ പിന്നൊരു കാര്യം പറയേണ്ടത്, നമ്മളൊരു KCLന്റെ കവറേജുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രിക്കറ്റ് ലീഗ് ഒരു മീഡിയ ഒരു അവാർഡ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് നമ്മുടെ ഈ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന PR അവരുടെ ഒരു അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ ഈ KCLന്റെ ആയിട്ട് മികച്ച റിപ്പോർട്ടർ, അതിന് നമ്മൾ പ്രിന്റ് മീഡിയയും അതുപോലെ ഇലക്ട്രോണിക് മീഡിയയും റേഡിയോ അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് മികച്ച റിപ്പോർട്ടിങ്ങിന് ഉള്ള അവാർഡുണ്ട്. ഒരു മികച്ച ഫോട്ടോ ജേർണലിസ്റ്റ്
പിന്നെ മികച്ച സ്പോർട്സ് പ്രോഗ്രാം അത് വിഷ്വൽ, പിന്നെ സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡും, പിന്നെ ബെസ്റ്റ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ട് അവാർഡും, പിന്നെ ഇതിനെ ഈ നമ്മുടെ ഈ ഇവന്റിന്റെ ഒരു സമഗ്ര കവറേജിന് ഉള്ളൊരു അവാർഡും, അങ്ങനെ ഒരു കുറച്ച് ഈ കാറ്റഗറീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇത് അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാം. ഹാൻഡ് ഔട്ട് കൊടുത്തു. അതിന്റെ ഡീറ്റെയിലും കൂടെ ഇപ്പൊ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇത് ഇന്നത്തെ ഓപ്ഷൻ റിലേറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ